ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായി തുടരുകയാണ്. ശ്വാസകോശ തടസ്സ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കഴിഞ്ഞ 14-ാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജെമിലി പോളിക്ലിനിക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. നിലവിൽ പാപ്പയ്ക്ക് കോർട്ടിസോൺ ഉൾപ്പെടുന്ന ആന്റിബയോട്ടിക് ചികിത്സകൾ നൽകുന്നു. ഇരു ശ്വാസകോശത്തിനും ബാധിച്ച ന്യൂമോണിയ പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാക്കിയിരിക്കുകയാണ്. നിലവിൽ പാപ്പയെ ബാധിച്ചിരിക്കുന്നത് പോളിമൈക്രോബയൽ അണുബാധയാണ്. ശരീരത്തിൽ ഒന്നിലധികം ബാക്ടീരിയകളും ഫംഗസുകളും സംയുക്തമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിമൈക്രോബയൽ അണുബാധ. പാപ്പയുടെ പ്രായം 88 വയസ്സാണ് എന്നുള്ളത് ആരോഗ്യസ്ഥിതിയെ സങ്കീർണമാക്കുന്നു. കുട്ടികളും മുതിർന്നവരുമടക്കം കോടിക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇന്നേക്ക് 5 ദിവസങ്ങളാകുന്നു. ഇതിനോടകം മാർപ്പാപ്പയെ ആശ്വസിപ്പിക്കുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നും ലെറ്ററുകളും ചിത്രങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണ് എന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു. പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇനിയും തുടരണമെന്നും വത്തിക്കാൻ അറിയിക്കുന്നു.